നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് മുത്തശ്ശി കഥകളല്ലേ ഞാൻ പറയുന്നത്, സാരോപദേശ കഥകൾ. എല്ലാം നല്ല ആശയമുള്ള ചെറിയ കഥ, നല്ല ആശയമുള്ള കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നേ. മുത്തശ്ശിമാരായ നമ്മുടെ ഒരു കടമയാണത്. കുട്ടികൾക്ക് നല്ലതായ ആശയങ്ങൾ കുഞ്ഞു മനസ്സിലുണ്ടാവാൻ കഥകളല്ലാതെ ഒരു വഴിയില്ല. നമ്മുടെ പ്രവൃത്തികളും കഥകളും തന്നെ, വീരകഥകൾ, സന്മനസ്സുള്ള കാരുണ്യം, ദയ, അൻപ്, ധീരത, ശൂരത, ഇമാതിരിയുള്ള സമയനിഷ്ഠ, കൃത്യത, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ കഥകളിലൂടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഈ കഥകളൊന്ന് കേൾക്കൂ കേട്ടോ. എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അവസരം കിട്ടുമ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ കഥ അഹങ്കാരത്തിൻ്റെ ഫലം. അഹങ്കാരം ഉണ്ടായാൽ എന്താ ഫലം? അതിന് ഉദാഹരണമായിട്ടുള്ളൊരു കഥ. ഇതൊരു പക്ഷികളുടെ കഥയാണ്. ധാരാളം പക്ഷികളെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ചിന്നു. ചിന്നുവിനെ ചിന്നുകുട്ടി എന്നാണ് അമ്മ വിളിക്കുന്നത്. എവിടെ കേൾക്കാൻ ചിന്നുകുട്ടിക്ക് കൂടുതൽ സമയം. ചിന്നുകുട്ടി ധാരാളം പക്ഷികളെ വളർത്തുന്നുണ്ട് കേട്ടോ. ഒരു 10-20-25 പക്ഷികളുണ്ട്. അപ്പോൾ ഒരു മരക്കൊമ്പ്, വലിയൊരു വലയിട്ട കൂട്ടിൽ ഒരു മരക്കൊമ്പ് വെച്ചിട്ട് അവിടെ പല പല മരക്കൊമ്പുകൾ അങ്ങോട്ട് ചാരി വെച്ചിട്ട് ഒരുപാട് കിളികളെയൊക്കെ വളർത്തും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കൂട്ടിൽ പ്രത്യേകമായിട്ട് ഒരു തത്തമ്മയെ വളർത്തും. ആ തത്തമ്മയെ വളർത്തുമ്പോൾ തത്തമ്മ ഈ ചിന്നുകുട്ടി അമ്മോടും അച്ഛനോടും തൻ്റെ സ്വന്തം ചേട്ടനുണ്ട് ഒരാൾ, ചേട്ടനോടും ഒക്കെ പറയണ വർത്തമാനം കേട്ട് ഈ പെൺകുട്ടി, ഈ പെൺതത്ത, ആ പെൺതത്തയ്ക്ക് ചിന്നുകുട്ടി ഒരു പേരിട്ടു, മിന്നുകുട്ടി. അങ്ങനെ മിന്നൂന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ തത്ത എന്താ വിളിയേക്കും. അതുപോലെ ഈ മിന്നു തത്ത ചിന്നുവിനെ വിളിക്കുന്നത് ചിന്നു വിളിക്കുമ്പോൾ ചിന്നു എന്തോ വിളിയേക്കും. അതങ്ങനെ സാധാരണ ഈ മിന്നു തത്ത മിന്നു എപ്പോഴും ചിന്നുവിൻ്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചി കുഴയേൻ പാല് വേണം എന്ന് പറയും, പഴം വേണം എന്ന് പറയും. തൻ്റെ ആവശ്യങ്ങളൊക്കെ ചിന്നു അമ്മയോട് പാല് വേണം, പഴം വേണം എന്നൊക്കെ പറയണ കേട്ട്, ചോറ് വേണം എന്നൊക്കെ പറയണ കേട്ട് അതേപോലെയൊക്കെ മിന്നു ചിന്നുവിനോട് പറയും, ചിന്നു പഴം തരൂ ചിന്നു എനിക്ക് പാല് തരൂ. അപ്പം മറ്റു പക്ഷികൾക്ക് ഇതുപോലെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാ പക്ഷികളും വർത്താനം പറയും. തത്ത പറയണമെന്ന് വെച്ചിട്ട് അപ്പം ചിന്നുവിനെ തത്തയോട് മിന്നുവിനോട് കുറച്ച് സ്നേഹം. മിന്നു അങ്ങനെ അഹങ്കരിക്കാൻ തുടങ്ങി. എൻ്റെ പച്ചപ്പട്ട് കുപ്പായം കണ്ടിട്ട് മറ്റു കിളികൾക്കൊക്കെ എന്നോട് അസൂയ. എൻ്റെ ചുമന്ന ചുണ്ട്, എന്താ ഭംഗിയാ ചുണ്ടിൻ്റെ. പച്ച നിറത്തിലുള്ള കുപ്പായം, പച്ച നിറത്തിലുള്ള ചിറകുകളല്ലേ തത്തമ്മയ്ക്ക്. ആ ചുവന്ന ചുണ്ട് രണ്ടും കൂടി വളരെ മനോഹരമില്ല. പിന്നെ കണ്ണുകളോ, തത്തമ്മയുടെ കണ്ണുകൾ കണ്ടാലെങ്ങനെയാ, പളുങ്കുമണി പോലെയല്ലേ കണ്ണുകൾ. അപ്പോൾ ഈ തത്തമ്മയുടെ സൗന്ദര്യം കണ്ട് ചിന്നുവിന് വലിയ ഇഷ്ടമായി. മറ്റു പക്ഷികൾക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രൂപം. അതൊക്കെ ദൈവഹിതം, ദൈവമല്ലേ, സൃഷ്ടികർത്താവല്ലേ ഓരോരുത്തർക്ക് നിറം കൊടുക്കുന്നതും ചിറക് കൊടുക്കുന്നതും ഒക്കെ ഭംഗി കൊടുക്കുന്നതും ഒക്കെ എല്ലാം ഭംഗിയാണ്. എല്ലാം ദൈവ സൃഷ്ടിയാണ്. ഒരാൾക്ക് കറുത്തു അല്ലെങ്കിൽ ഒരാൾ വെളുത്തു, പിന്നെ ഒരാൾക്ക് ധാരാളം തലമുടിയുണ്ട്. ഇതൊന്നും വെച്ചാൽ അങ്ങ് അസൂയപ്പെടണ്ട. ഇതൊക്കെ ദൈവത്തിൻ്റെ കരുതാണ്, എല്ലാം കാരുണ്യം. അപ്പം അങ്ങനെ ഇരിക്കെ ചിന്നുത്തത്തയുടെ അഹങ്കാരം കൊണ്ട് മറ്റു പക്ഷികളോടൊന്നും മിണ്ടില്ല. മറ്റു പക്ഷികളെ കണ്ടാൽ തീരെ മൈൻഡ് ചെയ്യില്ല. എൻ്റെ അപ്പ കുഞ്ഞാറ്റക്കിളി ആകെ കൂടി അതുകൊണ്ടുണ്ട്, ഇത്രയുണ്ട് ഒരു കുഞ്ഞാറ്റക്കിളി. നെയ്യ കാക്കക്കുഞ്ഞാണ്, കണ്ടാൽ തന്നെ കൊള്ളാം. കറുത്ത കാക്ക എന്ന് പറഞ്ഞ് ഉള്ളാൽ ഒരു പുച്ഛമാണ്. ഏത് പക്ഷികളെ കണ്ടാലും പിന്നെ കണ്ട് പ്രാവ് കുറുങ്ങളെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ തത്തമ്മ മിന്നു പരിഹസിക്കും. ഒരാളുടെ ഒരു കുറുകല് എന്നുള്ളൊരു പരിഹാസം. ഇങ്ങനെ അഹങ്കാരിയായിട്ടിരിക്കുന്ന മിന്നു
തത്തമ്മ പെണ്ണ് മിന്നു അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇവർ ഈ തത്തമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കൂടി തുറന്നു കൊടുക്കും. എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. തിരിച്ച് വരും കേട്ടോ, ചിന്നു വിളിച്ചാൽ വരും. അങ്ങനെയാണ്. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എന്തിനു പറയണു, ഈ പക്ഷികളുടെ കൂട്ടിൽ പാമ്പ് തുടങ്ങി കയറി വന്നെങ്കിലോ എവിടേക്കും അറിയില്ല. ഈ വീട്ടുടമസ്ഥരെയും കണ്ടില്ല, ചിന്നുകുട്ടിയും കണ്ടില്ല, അതിൻ്റെ അച്ഛനും അമ്മയും ഒന്നും കണ്ടില്ല. ഈ കിളികൾക്ക് ഇത് വിളിച്ച് പറയാൻ പറ്റുമോ? പാമ്പ ഇടഞ്ഞു കയറി എല്ലാ കിളികളും കൂടി ഉറക്കാൻ ഒച്ചയ്ക്കാൻ കൂടി ശബ്ദം ഉണ്ടാക്കി കലകല ശബ്ദം കേട്ടി ഈ പാമ്പിനെ ഞങ്ങൾ ഓടിച്ചു വിടാനായിട്ട് ഇവർ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? പാമ്പ ഇടഞ്ഞ ഒഴിവ് കണ്ടത് തത്തമ്മയുടെ കൂട്ടിൽ വേറെ കൂട്ടിൽ കയറിയായി. ചതിയായിപ്പോയില്ല. അവിടെ കയറി ഇതറിഞ്ഞില്ല. അങ്ങനെ അയ്യോ തത്തമ്മ വന്നപ്പോൾ ഈ പക്ഷികൾ വേഗം ശബ്ദം ഉണ്ടാക്കി തത്തമ്മയെ തടഞ്ഞു. കൂട്ടിലേക്ക് കയറി പോകാതെ കണ്ട് തടഞ്ഞു നിർത്താൻ നോക്കി. തത്തമ്മ എല്ലാത്തിനും തട്ടി മാറ്റി. പുച്ഛല്ലേ മറ്റു പക്ഷികളെ. അവർ പറയണതൊക്കെ ഞാൻ കേൾക്കേണ്ട കാര്യം എന്ത്? തന്നെയില്ലേ നല്ല പച്ച പനന്തത്ത എന്നുള്ള അഹങ്കാരം കൊണ്ട് കൂട്ടിലേക്ക് അങ്ങോട്ട് കയറി. കൂട്ടിലേക്ക് കയറി ചെന്നോളിക്ക് പാമ്പ് അങ്ങോട്ട് ചുറ്റിപ്പിടിച്ചെങ്കിൽ പാമ്പ് ഇതിനെ ചുറ്റിപ്പിടിച്ച് ഞെക്കി തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും പക്ഷികളൊക്കെ കൂടെ വീണ്ടും ഒച്ചപ്പാടുണ്ടാക്കി ശബ്ദവും ബഹളവും കൂട്ടി. എന്തിനു പറയണോ, വീട്ടുകാർ ചിന്നുകുട്ടി ഓടി വന്നു. പിന്നെ പാമ്പിനെ കണ്ട കൂട്ടിൽ പാമ്പ് തത്തമ്മയ്ക്ക് പരിഞ്ഞു പിടിച്ചേക്കണ കണ്ടപ്പോൾ ഉറക്കനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ഓടി വരൂ, അമ്മയെ ഓടി വരൂ എന്ന് പറഞ്ഞു. അച്ഛൻ വന്ന് നോക്കുമ്പോൾ എന്താ പാമ്പൊക്കെ പക്ക കൊണ്ടു. വേഗം ഒരു വടിയെടുത്ത് പാമ്പിനിട്ട് ഒരടി കൊടുത്തിട്ട് തോണ്ടി പുറത്തേക്ക് വലിച്ചിട്ടൊക്കെ കയ്യാ പറഞ്ഞു തത്തമ്മ. പക്ഷേ തത്തമ്മയ്ക്ക് ഇത്തിരി പരിക്ക് പറ്റി. പാമ്പ് കൊത്തിയതിനെ ചത്തില്ലാതെ മാത്രം. പക്ഷെ ചിന്നുകുട്ടി അസലായിട്ട് ശുശ്രൂഷിച്ചു. നല്ല പോലെ മിന്നുവിനെ ശുശ്രൂഷിച്ചു. അതിന് ചൂടുവെള്ളത്തിൽ തുണി നോക്കിയിട്ട് അതിൻ്റെ മേത്തൊക്കെ തുടച്ചു. മരുന്ന് ഇത് പച്ചമരുന്നുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പാല് കൊടുത്തു, പഴം കൊടുത്തു, അത് കഴിച്ചു. അങ്ങനെ ക്രമേണ ഈ മിന്നു സുഖം പ്രാപിച്ചു. പക്ഷേ അതിൻ്റെ ആ മനോഹരമായ ശബ്ദം, ചിന്നു പാല് തരൂ, ചിന്നു പഴം തരൂ, അങ്ങനെ വർത്തമാനം പറയാറുള്ള ആ മനോഹരമായ ശബ്ദം, അത് വളരെ പതിഞ്ഞ ശബ്ദമായി, പതുക്കെയായി. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സൗകുമാരി ഒന്നും ഇല്ലാണ്ടായിപ്പോയി. അത് മാത്രമല്ല അതിൻ്റെ ചിറകുകൾ കൊഴിയാൻ തുടങ്ങി. പാമ്പ് കുത്തി ഇപ്പോൾ വിഷം പറ്റിയിട്ടുണ്ടല്ലോ, ചിറകുകൾ കൊഴിയാനായിട്ട് തുടങ്ങി. മാത്രമല്ല അതിൻ്റെ ചുണ്ടുകളുടെ ചുവപ്പൊക്കെ കുറേശ്ശെ മങ്ങി തുടങ്ങി. കണ്ണുകളിലാണെങ്കിൽ ക്ഷീണഭാവം, പളങ്ക് പോലത്തെ കണ്ണാർന്നതാണ്. ഇപ്പം കണ്ണുകളൊന്നും ഇങ്ങനെ മിഴി നിവരണില്ല, ക്ഷീണഭാവം. അങ്ങനെയുള്ള ഈ തത്തയെ മിന്നുവിന് പിന്നെ ശ്രദ്ധിക്കാം. മിന്നുവിന് ആദ്യം വലിയ ശ്രദ്ധയായിരുന്നു, മറ്റു പക്ഷികൾക്കുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധ. ഇപ്പം മിന്നു ഈ തത്തമ്മ ഈ മിന്നുവിന് അങ്ങനെ ശ്രദ്ധിക്കേണ്ടായി. അപ്പം മിന്നുവിന് മനസ്സിലായി, ഓ ഞാൻ എൻ്റെ സൗന്ദര്യത്തിലും എൻ്റെ ശബ്ദത്തിലുമൊക്കെ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. പക്ഷേ ഇപ്പം അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ യജമാനത്തി ചിന്നു എന്നെ തീരെ ശ്രദ്ധിക്കാതായി. എന്താ ചെയ്യുക എന്നിങ്ങനെ ദുഃഖിച്ചുകൊണ്ട് ആ കൂട്ടിലൊരു ദിനം കഴിച്ചുകൂടുകയും ചെയ്തു. അഹങ്കാരത്തിൻ്റെ ഫലം കണ്ടോ? ആർക്കും അഹങ്കാരം നന്നല്ല. ഇതാണ് ഇന്നത്തെ കഥ, അഹങ്കാരത്തിൻ്റെ ഫലം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.